നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ഇനി കഷ്ടിച്ച് 3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ചകളൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. അതിൽ വി.ഡി. സതീശന്റെ പേരാണ് പലപ്പോഴും ഉയർന്നു കേട്ടത്. അത് പെയ്ഡ് സംവിധാനത്തിലൂടെയാണ് ആ പേരിന് പ്രചാരം നൽകിയത് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള ചാനലുകളൊക്കെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് എന്നാണ് സർവേയിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ഹൈക്കമാൻഡ് വിലക്കിയിട്ട് പോലും ഇത് വളരെ അരോചകമായിരുന്നു. ഈ ഒരു മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളൊരു ചർച്ച. ഒരു ദിവസം പോലും മന്ത്രിയായി പ്രവർത്തിച്ച് പരിചയമില്ലാത്ത വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഈ വരുന്ന സർക്കാരിനെ കാത്തിരിക്കുന്നത് കടുത്ത പ്രതിസന്ധിയാണ്. സാമ്പത്തിക പ്രതിസന്ധി ആയാലും ഈ അന്തംഗമികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമരമുറകളായാലും ഒക്കെ വലിയ പ്രതിസന്ധിയാണ് ഇനി വരുന്ന UDF സർക്കാരിനെ കാത്തിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും കാര്യമാക്കാതെയാണ് സതീശൻ തനിക്ക് മുഖ്യമന്ത്രിയാകണം എന്നുള്ള തരത്തിൽ പ്രചാരണം നടത്തിയത്. ചുണ്ടിനും കപ്പിനും ഇടയിൽ തനിക്ക് പല സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പോലും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. സതീശന് വേണ്ടി സതീശന്റെ അനുകൂലികളൊക്കെ വലിയ പ്രചാരണങ്ങളൊക്കെ നടത്തി. സതീശന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന എറണാകുളത്തുള്ള ഒരു വനിതാ അഡ്വക്കേറ്റ് പോലും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു. മുസ്ലിം ലീഗ് പോലും സതീശൻ മുഖ്യമന്ത്രിയായി വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇതേക്കുറിച്ച് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ വളരെ കൃത്യമായി അദ്ദേഹം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാട് കേരളത്തിലെ ഓരോ വോട്ടർമാരുടെയും നിലപാടാണ്. ഇനിയെങ്കിലും സതീശൻ ഇത്തരത്തിലുള്ള നാണം കെട്ട ഈ കളിയിൽ നിന്ന് പിന്മാറണം. എന്തായാലും ജി ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ എഴുതിയ ആ ഒരു കുറിപ്പ് ഞാൻ വായിക്കാം. കോൺഗ്രസിൽ ഒറ്റയാൾ ദൈവമില്ല എന്ന തലക്കെട്ടിലാണ് ജി ശക്തിധരന്റെ കുറിപ്പ്. കോൺഗ്രസിൽ ഒറ്റയാൾ ദൈവമില്ല എന്ന തത്വമാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. ആർക്കും അതിൽ സംശയം വേണ്ടത്രേ. ഒറ്റ കോൺഗ്രസ് പ്രവർത്തകൻ പോലും ഒപ്പമില്ലാത്തവരാണത്രേ പ്രച്ഛന്ന വേഷത്തിൽ രംഗത്തിറങ്ങി ചാനലുകളെ ഉപയോഗിച്ച് കളിക്കുന്നത്. സമാന്തര സംവിധാനങ്ങൾ ഉണ്ടാക്കി കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള പൊടിക്കയെല്ലാം ഹൈക്കമാൻഡ് ഇന്ന് പൊളിച്ചു. അത് ചെന്നുകൊള്ളുന്നത് വി.ഡി. സതീശനു നേരെയാണ്. ജനവികാരം തനിക്ക് അനുകൂലമാണെന്നും അതിനാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് താനാണ് അർഹനെന്നും വി.ഡി. സതീശൻ നടത്തുന്ന പ്രചാരണം അദ്ദേഹത്തിനു തന്നെ വിനയായി മാറിയിട്ടുണ്ട്. ഹൈക്കമാൻഡ് ഈ ഉമ്മാക്കികൾക്ക് കീഴടങ്ങുകയില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അതിനിടയിലാണ് മുസ്ലിം ലീഗിനെ വശത്താക്കി വി.ഡി. സതീശൻ അറ്റകൈ പ്രയോഗം നടത്തിയത്. ലീഗ് നേതാവാകട്ടെ ജനവികാരമാണ് എക്സിറ്റ് പോളിലൂടെ പുറത്തു വന്നത് എന്ന് ന്യായീകരിച്ചതോടെ കൂടുതൽ വെട്ടിലായി. വെള്ളാപ്പള്ളി നടേശൻ ഇതിൽ ഇടപെട്ട് വെടക്കാക്കി വി.ഡി. സതീശൻ്റെ എല്ലാ അവസരവും കളഞ്ഞു കുളിച്ചിരിക്കുകയാണ്. വെള്ളാപ്പള്ളിക്ക് വി.ഡി. സതീശനോട് വൈരമുണ്ട്. ലീഗ് പറയുന്നത് ചെവി കൊടുത്താൽ അത് മുസ്ലിം ഭരണം സ്ഥാപിക്കാനുള്ള തന്ത്രമായി ജനങ്ങൾ കരുതൂ എന്നാണ് വെള്ളാപ്പള്ളി ക്ഷുഭിതനായി പ്രതികരിച്ചത്. ഇത് കോൺഗ്രസിന് വടികൊടുത്ത് അടിവാങ്ങലാണ്. ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം കുലുങ്ങില്ല. ലീഗിൻ്റെ രംഗപ്രവേശം രംഗം കുളമാക്കി എന്ന് വേണം കരുതാൻ. ജനവികാരം എന്നത് കോൺഗ്രസ് ഒരിക്കലും സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള വഴിയായി കണ്ടിട്ടില്ല. മുമ്പ് കെ കരുണാകരനെയും A.K. ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും മറ്റും മുഖ്യമന്ത്രി പദവിയിലേക്ക് അവരോധിച്ചത് അവരുടെ മഹത്വം മാനിച്ചാണ്. അല്ലാതെ എല്ലാ പ്രതിപക്ഷ നേതാവിനും നൽകുന്ന പദവിയല്ല എന്നാണ് ഒരു കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കിയത്. എന്തായാലും പുറത്തു വന്നിടത്തോളം വിവരങ്ങൾ വെച്ച് നോക്കിയാൽ മുഖ്യമന്ത്രി ആരാണെന്ന വിഷയം കൂടുതൽ സങ്കീർണമാകുകയാണ്. ഈ വിഷയത്തിൽ ലീഗ് പരസ്യമായി അഭിപ്രായ പ്രകടനത്തിന് തയ്യാറായത് കോൺഗ്രസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള എടുത്തുചാട്ടം കോൺഗ്രസ് ഒരു കാരണവശാലും അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. പ്രതിപക്ഷ നേതാവിനെ വെള്ളാപ്പള്ളി മുമ്പ് വിമർശിച്ചതുകൊണ്ടാണ് ഇന്ന് തിരിച്ചടി കൊടുത്തത് എന്ന ലീഗ് നേതാവിൻ്റെ വാദവും കുളം കലക്കുന്ന നീക്കമാണ്. ലീഗ് അവസാനം കോൺഗ്രസ് വരച്ച വരയിൽ തന്നെ നിൽക്കുമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. എക്സിറ്റ് പോളിൽ 60 സീറ്റ് നേടിയാൽ കാണിച്ചു തരാം എന്നാണ് മുഖ്യമന്ത്രി വീമ്പിളക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാണ് ശക്തിധരൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. തീർത്തും അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് സതീശൻ മുഖ്യമന്ത്രിയായി വരണം എന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. രമേശ് ചെന്നിത്തലയുമായി പതിറ്റാണ്ടുകാലത്തെ ബന്ധമുള്ള അവരാണ് ലീഗ് നേതാക്കൾ. പക്ഷേ ആ രമേശ് ചെന്നിത്തലയെ പോലും പിന്തള്ളിക്കൊണ്ട് ഇന്നലത്തെ മഴയിൽ കുരുത്ത വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ട് തനിക്ക് ഒരിക്കലും ഈ പണി പറ്റിയതല്ല എന്ന് തെളിയിച്ച വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കണമെന്ന് ലീഗ് ആവശ്യപ്പെടുമ്പോൾ അതിൽ അസ്വാഭാവികതയുണ്ട്. എന്തായാലും ലീഗിൻ്റെ ഒന്നും ഈ ഉമ്മാക്കിക്ക് മുന്നിൽ ഹൈക്കമാൻഡ് വഴങ്ങും എന്ന് തോന്നുന്നില്ല. അവിടെ സതീശനെ പോലെയുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കിയാൽ അത് ആ സർക്കാരിന് വളരെ പ്രതിസന്ധി ഉണ്ടാക്കും, പാർട്ടിക്ക് അത് കോട്ടമുണ്ടാക്കും എന്നുള്ള കാര്യം ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാദം ഇവിടെ അവസാനിക്കാനാണ് സാധ്യത. എന്തായാലും 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് ശേഷം എന്താണ് അടുത്ത കോൺഗ്രസിൽ സംഭവിക്കുന്നത്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരുടെ പേരുകളൊക്കെയാണ് ചർച്ചയാകുന്നത്, ആരാണ് മുഖ്യമന്ത്രിയാകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും.